44 വർഷം. അതെ, 44 വർഷമായി മമ്മൂക്ക നമുക്ക് ഒരു ഹീറോയായി വന്നിട്ട്. 1981 തൃഷ്ണയിലൂടെയാണ് അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രമായി നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിന്ന് തുടങ്ങിയിട്ട്. ഇന്നും ഒരു മടുപ്പുമില്ലാതെ നമുക്ക് തിയേറ്ററുകളിൽ ആഘോഷിക്കാൻ മമ്മൂക്ക ചിത്രങ്ങൾ വരുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരു സിനിമയെ തോളിലേറ്റി 2.5 മണിക്കൂർ മുൻപോട്ട് കൊണ്ടുപോവുക എന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി തുടങ്ങി യാതൊരു സിനിമാ പിൻബലവുമില്ലാതെ മലയാള സിനിമയുടെ അഹങ്കാരമായി മാറി മമ്മൂക്ക. മറ്റു ഭാഷകളിൽ പണത്തിനു വേണ്ടി ഒരു കോമാളിയായി മമ്മൂക്ക ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. എവിടെ ഏത് ഭാഷയിൽ അഭിനയിച്ചാലും മമ്മൂക്ക അഭിനയിച്ച കഥാപാത്രത്തിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ദളപതി, പേരൻപ്, യാത്ര, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്നും യുവതലമുറ പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണമായി സ്റ്റാറ്റസ് ഇടുന്നത് മമ്മൂക്ക ഐശ്വര്യ റായ് സിനിമ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിന്റെ രംഗങ്ങളാണ്. ഇത് അദ്ദേഹത്തിന്റെ മറ്റ് ഭാഷകളിലെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആഴം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 2025 ജനുവരിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം പുറത്തിറങ്ങിയിരുന്നു. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേഴ്സ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിക്ക് താഴെയാണ് കളക്ട് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ബോക്സ് ഓഫീസ് കളക്ഷൻ കൊണ്ടല്ല മമ്മൂക്ക ഏവരെയും ഞെട്ടിക്കാറുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച നടൻ എന്ന് ഇന്ന് പല പ്രമുഖരെ കൊണ്ട് മമ്മൂക്ക പറയിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ടും ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടും കൂടിയാണ്. ഒരു വടക്കൻ വീരഗാഥ, പൊന്തന്മാട, വിധേയൻ, തനിയാവർത്തനം, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒട്ടനവധി സിനിമകൾ നമുക്ക് പറയേണ്ടി വരും. ഒരു അഭിനേതാവാൻ ആരെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമായി നമുക്ക് മുമ്പിൽ മമ്മൂക്കയുടെ ചിത്രം വരും. കഥാപാത്രത്തിനനുസരിച്ച് വോയിസ് മോഡുലേഷൻ മാറ്റാനും ആ കഥാപാത്രമായി മാറാനും മമ്മൂക്കയെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രാഞ്ചിയേട്ടൻ, രാജമാണിക്യം, അങ്ങനെ നോക്കിയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് നാട്ടുകാരനായും നമ്മുടെ മുമ്പിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കും. ഈ 70കളിലും അഭിനയത്തോടുള്ള ഭ്രാന്ത് അദ്ദേഹത്തിന് മാറിയിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നമുക്ക് ബസൂക്കയിലേക്ക് വരാം. ചിലപ്പോൾ ഈ വർഷത്തെ അവസാന മമ്മൂക്ക ചിത്രമാവും ഇത്. പുതിയ സിനിമകളുടെ ഷൂട്ട് ഒരുപാട് നീളാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ചെറിയ വിശ്രമവും മമ്മൂക്ക എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ബസൂക്ക. കൂടാതെ ഒരു അവധിക്കാലം കൂടിയാണ്. അതുകൊണ്ട് ബോക്സ് ഓഫീസിൽ ഒരു 50 കോടി കളക്ഷൻ എങ്കിലും മമ്മൂക്ക നേടിയെന്ന് വരാം. ആ ഒരു പ്രതീക്ഷ ഏപ്രിൽ മാസത്തിൽ സിനിമാ തിയേറ്റർ ഉടമകൾക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സാധാരണ ഏപ്രിൽ മാസത്തിൽ മമ്മൂക്കയുടെ ചിത്രങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. 2023 ഏജന്റ് എന്ന ചിത്രമാണ് മമ്മൂക്കയുടേതായിട്ട് ഏപ്രിൽ റിലീസായിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ മമ്മൂക്ക ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താം. കാരണം ഏതെങ്കിലും വർഷം അങ്ങനെ റിലീസായതായി എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആകെ കൂടി ഏജന്റ് എന്ന് പറയുന്ന അന്യഭാഷ ചിത്രത്തിൽ ഒരു റോളാണ് നമ്മൾ കണ്ടത്. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒന്നായ കലൂർ ഡെന്നീസിന്റെ മകനായ ഡീനോ ഡെന്നീസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ കഥ പറയാനായിട്ട് ഡീനോ മമ്മൂക്കയുടെ അടുത്ത് ചെന്നപ്പോൾ നീ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്ത് നോക്ക്, നന്നാവുമെന്ന് പറഞ്ഞ് മമ്മൂക്ക അതൊരു പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ വന്നു കഴിഞ്ഞാൽ അവരോട് മുഖം തിരിക്കാതെ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് മമ്മൂക്ക എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പുതിയ വ്യത്യസ്തമായ കഥകളുണ്ടോ, ധൈര്യമായി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒപ്പം നിൽക്കും. അത് പടം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. തനിക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കണം. പുതിയ സംവിധായകർക്ക് ഒരു അവസരം നൽകണം. അതിലൂടെ അവർക്ക് വളരാൻ സാധിക്കണം. സിനിമ വളരണം. മലയാള സിനിമ മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി തോന്നണം. വ്യത്യസ്തമായ സിനിമകൾ ഇനിയും പിറക്കണം. അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും മമ്മൂക്ക. ആ ഒരു വലിയ മനുഷ്യന്റെ ചിന്തകൾ നമുക്ക് അങ്ങനെ കാണാം. ബുക്കിംഗ് ആരംഭിച്ച 10 മിനിറ്റിനുള്ളിൽ തന്നെ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ ആദ്യ ഷോ ഹൗസ്ഫുള്ളായി എന്നത്
ബസൂക്കയുടെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കണം. ചിത്രത്തിന്റെ ഒരു വലിയ പോസിറ്റീവ് റെസ്പോൺസ് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് ചരിത്രത്തെ തന്നെ ചാമ്പലാക്കാൻ മമ്മൂക്കയ്ക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ്. 1981 ആദ്യമായി നായകനായി വരുമ്പോൾ എത്രത്തോളം ആവേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ അതേ ആവേശം ഇന്നും അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. അതൊരു അത്ഭുതം തന്നെയാണ്. അതെ, അയാൾ ഒരു മനുഷ്യനല്ല, മലയാളികൾക്ക് അയാൾ ഒരു 8ാം ലോകാത്ഭുതമാണ്. എന്താണ് ബസൂക്കയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ? തമിഴിലെ പ്രമുഖനായിട്ടുള്ള സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ, അദ്ദേഹം മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്തിരുന്നു, ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അത്രയും വലിയൊരു സംവിധായകൻ മമ്മൂക്കയോടൊപ്പം നിൽക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഒരു വ്യത്യസ്തമായ പല കാര്യങ്ങളും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടാവും. ചിത്രം ബോക്സ് ഓഫീസിൽ എന്ത് നേടുമെന്നതല്ല, മറിച്ച് മമ്മൂക്കയുടെ കഥാപാത്രവും ഇതുപോലൊരു സിനിമ മലയാളികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലേ എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു സിനിമ സെലക്ട് ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യത്യസ്തത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ ഉണ്ടായിരിക്കും. ഇപ്പോൾ അവസാനമായി ഇറങ്ങിയ ഡൊമിനിക് ഞാൻ കണ്ടപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്ത സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അത്രയും ഒരു വെറൈറ്റി സിനിമ തന്നെയായിരുന്നു ഡൊമിനിക്. ചിത്രം പ്രതീക്ഷിച്ച അത്രയും വിജയം നേടിയോ? മറ്റു നാടുകളിൽ ശരിക്കും ഏറ്റെടുക്കേണ്ട ഒരു വ്യത്യസ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ മലയാളത്തിൽ നല്ലൊരു ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമയായിട്ടും ഒരു സ്പൂഫ് സിനിമയായിട്ടും ഒക്കെ അറിയപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും ഡൊമിനിക്. അങ്ങനെ മമ്മൂക്ക ചെയ്തു വെച്ച ഓരോ സിനിമകൾക്കും അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ബസൂക്കയിലും കാണാം. മാത്രമല്ല, ഈ ഒരു പുതിയ സംവിധായകൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ, ആദ്യ സിനിമയാണ്, അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം പരമാവധി റിസർച്ച് ചെയ്ത് അദ്ദേഹത്തിന്റെ മാക്സിമം ഔട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ സംവിധായകൻ വരുമ്പോൾ ഒരു ഫ്രഷ് എലമെന്റ് അതിലുണ്ടാവും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. സാധാരണ കാണുന്ന ഒരു സംവിധായകൻ തന്നെ ഒരു 10 സിനിമ എടുക്കുമ്പോൾ ആദ്യത്തെ 8 സിനിമകളുമായിട്ട് സാമ്യം ഉണ്ടാവാൻ, ചില സാദൃശ്യങ്ങൾ ഉണ്ടാവാനൊക്കെ കാര്യങ്ങളുണ്ടാവും. പക്ഷേ പുതിയ സംവിധായകനാകുമ്പോൾ അയാൾ എങ്ങനെ സിനിമ എടുക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയും വെക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു പുതിയ രീതിയിലുള്ള സിനിമ നമുക്ക് മുമ്പിൽ കാണിക്കുമ്പോൾ അത് എത്രത്തോളം മനോഹരമാവും, എത്രത്തോളം വ്യത്യസ്തത ഉണ്ടാവും, നമ്മൾ എത്രത്തോളം ഞെട്ടിക്കും, അതുപോലെ എത്രത്തോളം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തും, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് മലയാള സിനിമയെ ഒറ്റുനോക്കുന്നത് മലയാളികൾ മാത്രമല്ല, ലോക ജനത മുഴുവൻ മലയാളത്തിലെ ഏതൊക്കെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, എത്രത്തോളം മനോഹരമാണ്, എന്ത് വ്യത്യസ്തമാണ് ഇവർ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു സിനിമ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ഡബ്ബായിട്ട് ഇറങ്ങുന്നില്ല, അങ്ങനെയൊക്കെ അവർ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ സിനിമകൾ ഓരോന്നും ഒരു അത്ഭുതമാണ്. തമിഴിലിറങ്ങിയ പേരൻപ് മറ്റൊരു അത്ഭുതമായിട്ട് അവർ കാണുന്നു. അത് കഴിഞ്ഞാൽ ഓരോ സിനിമയും, പഴയ മമ്മൂക്കയുടെ വിധേയനായാലും പൊന്തന്മാടയാണെങ്കിലും വടക്കം വീരകഥയൊക്കെ 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ചിത്രമാണെന്നാണ് പറയുന്നത്. അതിനൊരു പ്രധാന കാരണം മമ്മൂക്ക പോലുള്ള താരത്തിന്റെ ഒരു അഭിനയ മികവ് തന്നെയാണ്. എത്ര വലിയ ഡയലോഗുകൾ, എന്ത് മനോഹരമായിട്ടാണ് ആള് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഓരോ ഡയലോഗും എത്ര രസമായിട്ടാണ് ആള് അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓരോ വോയിസും മോഡുലേഷൻ കൊടുത്ത് എത്ര വലിയ ഡയലോഗും എന്ത് സിമ്പിളായിട്ടാണ് അത് പ്രസന്റ് ചെയ്യുക. ഓരോ വാചകങ്ങളും നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. ചില പ്രധാന നടന്മാരെ വെച്ച് നോക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു പ്രധാന ബലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗ് ഡെലിവറി തന്നെയാണ്. പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ കളക്ടറായാലും, ഇനി ലോക്കലായിട്ടൊരു സാധാരണക്കാരനായാലും, ഒരു ഭ്രാന്തനായാലും, ഒരു കാട്ടുകള്ളനായാലും, ഒരു ഗുണ്ടയായാലും, എന്ത് വേഷം ചെയ്താലും ആ കഥാപാത്രങ്ങളോട് ചേരുന്ന രീതിയിൽ മെത്തേഡ് ആക്ടിങ്ങിന്റെ മലയാളത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മമ്മൂക്കയെ നമുക്ക് എടുത്തു വെക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്ക നമുക്കൊരു വലിയ സംഭവമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. മമ്മൂക്ക മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ വെക്കാൻ പോകുന്ന ഒരു ക്യാപ്ഷനായിട്ട് വെക്കുക മലയാളത്തിൻ്റെ അത്ഭുതമായിട്ടുള്ള മമ്മൂക്കയുടെ അവസാന ചിത്രം എന്നാണ്. ഈ വർഷത്തെ അവസാന ചിത്രമായിട്ട് മിക്കവാറും ഈ സിനിമ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം മലയാളികൾക്ക് മമ്മൂക്കയുടെ സിനിമ തിയേറ്ററിൽ മിസ്സാവുക എന്നത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മാസവും മമ്മൂക്ക ചിത്രത്തിനായിട്ട്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവസാന സിനിമയ്ക്കായിട്ട് 250ഓളം ദിവസങ്ങൾ ഡേറ്റ് മമ്മൂക്ക കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ ഇനി കുറേ നാൾ നമുക്ക് മമ്മൂക്കയെ മിസ് ചെയ്യേണ്ടി വരും. പക്ഷെ അധികം നാള്
സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ മമ്മൂക്കയ്ക്ക് സാധിക്കില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദീർഘശ്വാസമായിട്ട് തന്നെ കാണേണ്ടി വരും. ആ ശ്വാസം ഇല്ലെങ്കിൽ മമ്മൂക്കയില്ല. അതുകൊണ്ട് സിനിമയില്ലാതെ മമ്മൂക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. മമ്മൂക്ക ഇനിയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. മലയാളത്തിൻ്റെ മമ്മൂക്കയ്ക്ക് ഏറ്റവും വലിയ ആശംസകൾ നേർന്നുകൊണ്ട് 10-ാം തീയതി തന്നെ ഈ സിനിമയ്ക്ക് പോകണമെന്നുണ്ട്. മാക്സിമം 10-ാം തീയതി പോയിട്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ ഒന്ന് പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. ബൈ.